ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കേട്ടൊരു വാർത്തയാണ്, കണ്ടൊരു വാർത്തയാണ് ഈ കൊച്ചിയിൽ എയ്ഡ്സ് രോഗം ഭയങ്കരമായി പെരുകുന്നു എന്നുള്ളത്. അൺപ്രൊട്ടക്റ്റഡ് ആയി സെക്സ് ചെയ്യുന്നവർ തന്നെയാണ് നമ്മളിൽ മിക്ക ആളുകളും. എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക നമുക്ക് എയ്ഡ്സ് ഉണ്ടോ, HIV ഉണ്ടോ, എന്തെങ്കിലും ഒരു സിംറ്റംസ് വെച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റുമോ? എൻ്റെ ക്ലിനിക്കിലും ഇതേ കേസുകളായിട്ട് ടെൻഷൻ അടിച്ച് ആളുകൾ വന്നിട്ടുണ്ട്. കൂടുതലും മെയിലാണ് വന്നിട്ടുള്ളത്, ചെറുപ്പക്കാർ. എന്താ കാരണമെന്ന് ആദ്യമൊന്നും പറയില്ല, പിന്നെയാ പറയണേ നീ ഞാനിങ്ങനെ ഒരു സെക്ഷൽ ഇതിൽ പോയി. അപ്പോൾ ഇപ്പം എന്താ പ്രശ്നം? ആങ്സൈറ്റിയാണ്. എന്തിനാണ് ആങ്സൈറ്റി? എനിക്ക് വല്ലതും സംഭവിച്ചു, എന്ത് സംഭവിച്ചെന്ന് ഉദ്ദേശിച്ച് അല്ല, വല്ല എയ്ഡ്സ് വല്ലതും വന്നിട്ടുണ്ടോ. നമുക്ക് അൺപ്രൊട്ടക്റ്റഡ് സെക്സിൽ എല്ലായിടത്തും ഈ പറഞ്ഞ എയ്ഡ്സ് ഒന്നും വരണമെന്ന് നിർബന്ധമൊന്നുമില്ല, വരാനുള്ള സാധ്യത വളരെ ഹൈ ആണെന്ന് മാത്രം. അപ്പോൾ അങ്ങനെ വരുന്ന കഴിഞ്ഞ സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, ചില ടെസ്റ്റുകൾ നമ്മൾ സജസ്റ്റ് ചെയ്യും. ഈ VDRL എന്ന് പറയുന്നത് RPR എന്ന് പറയും, അതായത് ലൈംഗിക രോഗങ്ങൾ ഉണ്ടോ എന്നുള്ള ടെസ്റ്റ് ഉണ്ട്. ജനറലായിട്ട് നമ്മൾ സീറോളജി എന്ന് പറയാം. അതായത് HIV-1-2 ടെസ്റ്റ്, ഹെപ്പറ്റൈറ്റിസ് C ടെസ്റ്റ്, ഹെപ്പറ്റൈറ്റിസ് B ടെസ്റ്റ്, ഇതൊക്കെയാണ് നമുക്ക് ബ്ലഡിലൂടെയും ഈ ഒരു സെക്ഷൽ ഇതിലൂടെയും നമുക്ക് വരുന്നത് ഈ ഒരു അസുഖങ്ങൾ. അതിൽ HIV-യും HBVയും SCVയും, അതായത് ഹെപ്പറ്റൈറ്റിസ് B, C, HIV ഒന്നും ഇതിനൊന്നും ട്രീറ്റ്മെൻറ്റ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. പിന്നെ പണ്ടൊക്കെ അറിയപ്പെടുന്നത് സിഫിലിസ്, ഗൊണോറിയ പോലത്തെ അസുഖങ്ങൾ. അപ്പോൾ എയ്ഡ്സ് മിക്കവാറും വളരെ ലേറ്റായിട്ട് ഡിറ്റക്ട് ചെയ്യുള്ളൂ. അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് നടത്തിയില്ലെങ്കിൽ വർഷങ്ങളോടെ ഇന്നാക്റ്റീവ് ആയിട്ടിരിക്കും. അപ്പോൾ നമ്മളൊരു ഈ പറഞ്ഞ സീറോളജി ടെസ്റ്റ് നമ്മൾ ഏതെങ്കിലും ലാബിൽ പോയി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. നമ്മളപ്പം ഫ്രീ ആയിട്ടിരിക്കാം.